പോകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. കഷ്ടദിവസത്തെ കർത്തൃദിവസമാക്കുന്നതെങ്ങനെ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ യോഹന്നാൻ തന്നെക്കുറിച്ചും താനായിരുന്ന അവസ്ഥയെക്കുറിച്ചും സംസാരിക്കുന്നു. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. തൻ്റെ ജീവിതത്തിലുണ്ടായ പീഡനം വളരെ കഠിനമായിരുന്നു. മറ്റനേകം കാരണങ്ങളോടൊപ്പം വിഗ്രഹങ്ങളെ ആരാധിച്ചില്ല എന്ന കാരണത്താൽ നിരീശ്വരത്വവും ദൈവനിഷേധവും ആരോപിച്ച് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ റോമാ സാമ്രാജ്യം ദൈവസഭയെ മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലം. പത്മോസിലേക്കുള്ള നാടുകടത്തൽ ആ പീഡനത്തിൻ്റെ ഭാഗമായിരുന്നു. അത്തരം അനുഭവങ്ങൾ ഒരു പ്രതികൂലമായിട്ടോ കഷ്ടതയായിട്ടോ അല്ല യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നത്. യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയാകുവാൻ ഒരു അവസരം കിട്ടി എന്ന സന്തോഷമാണ് യോഹന്നാനുള്ളത്. വിടുതലും അനുഗ്രഹവും മാത്രമാണ് ഇന്ന് പല വിശ്വാസികളുടെയും ലക്ഷ്യം എങ്കിലും യേശുവിന് വേണ്ടി യേശുവിനോടൊപ്പം സഹിക്കുന്നത് ഒരവസരമായി, ഒരു ഭാഗ്യമായി യോഹന്നാൻ കാണുന്നു. ദൈവവചനം പ്രസംഗിച്ചതുകൊണ്ടും യേശുവിനെ സാക്ഷിച്ചതുകൊണ്ടുമാണ് യോഹന്നാന് പത്മോസിലെ ഭയാനകമായ ഏകാന്തതയിൽ പോകേണ്ടി വന്നത്. പക്ഷേ യോഹന്നാൻ അതോർത്ത് വിലപിക്കുന്നില്ല. കഷ്ടതയിൽ ഞാൻ യേശുവിൻ്റെ രാജ്യത്തിലും സഹിഷ്ണുതയിലും ക്രിസ്തുവിൻ്റെ കൂട്ടാളിയായി എന്ന സന്തോഷമാണ് യോഹന്നാനുള്ളത്. ദൈവവചന നിമിത്തം എന്തെങ്കിലും സഹിക്കേണ്ടി വന്നാൽ നാം അതിനെ എങ്ങനെ നേരിടണം എന്ന് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നു. തിരുനാമ നിമിത്തം അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെട്ടതിൽ അവർ സന്തോഷിച്ചു എന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥവും ഇതുതന്നെ. 10-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് യോഹന്നാൻ പറയുന്നു. ഈ ചിന്തകൾ ഒരു ദൈവശാസ്ത്രപരമായ പഠന പരമ്പരയല്ലാത്തതിനാൽ കർത്തൃദിവസം ഏത് ദിവസം ആയിരുന്നു എന്ന് വ്യാഖ്യാനപരമായും ചരിത്രപരമായും തെളിയിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. പല വിശദീകരണങ്ങൾ അതിനുണ്ട്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക എന്ന സങ്കീർത്തന വാക്യം ഏത് ദിവസത്തെക്കുറിച്ചാണ്? ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ചാണോ? എല്ലാ ദിവസവും യഹോവ തന്നെയല്ലേ ഉണ്ടാക്കിയത്? നമുക്ക് നമ്മുടെ എല്ലാ ദിവസങ്ങളെയും കർത്തൃദിവസം ആക്കുവാൻ കഴിയും. ആത്മാവിൽ ജീവിക്കുന്ന, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഓരോ ദിവസവും കർത്തൃദിവസമാണ്, കർത്താവിൻ്റെ ദിവസമാണ്. നാം ദൈവഹിതം നിറവേറ്റുന്ന ഓരോ ദിവസവും അത് കർത്തൃദിവസമാണ്. സമർപ്പണത്തിൻ്റെയും വിശുദ്ധിയുടെയും ഓരോ ദിവസവും കർത്തൃദിവസമാണ്. അത്തരം ഒരു ആത്മനിറവും അഭിഷേകവും നമുക്ക് ആഗ്രഹിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. ആഴ്ചയിലെ 7 ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിലെ കർത്തൃദിവസങ്ങളായി തീരട്ടെ. ഞാൻ ആത്മവിവശനായി എന്ന വാക്കുകൾക്ക് അല്പം വിശദീകരണം ആവശ്യമുണ്ട്. നാം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നും പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പതിഞ്ഞു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ആത്മാവ് അവരുടെ മേൽ വന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നിറങ്ങി നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു അനുഭവം ആണിത്. ആ അനുഭവം യോഹന്നാൻ പെന്തക്കോസ്ത് നാളിൽ പ്രാപിച്ചതാണ്. പത്മോസ് ദ്വീപിൽ ഈ കർത്തൃദിവസത്തിൽ എത്തുന്ന ആ സമയം വരെ യോഹന്നാൻ ഇതുവരെ പെന്തക്കോസ്ത് നാളിൽ തൻ്റെ ഉള്ളിലേക്ക് വന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവവുമായിട്ട് ജീവിച്ച വ്യക്തിയാണ്. പക്ഷേ കർത്തൃദിവസത്തിൽ അതിന് വിപരീതമായ ഒന്നാണ് സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് യോഹന്നാൻ്റെ ഉള്ളിൽ വരികയല്ല, പരിശുദ്ധാത്മാവ് യോഹന്നാൻ്റെ മേൽ വരികയല്ല ചെയ്തത്. മറിച്ച് യോഹന്നാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ആകുകയാണ് ചെയ്തത്. ആത്മവിവശൻ ആയി എന്നതിൻ്റെ ശരിയായ അർത്ഥം ഞാൻ ആത്മാവിൽ ആയി എന്നാണ്. പരിശുദ്ധാത്മാവ് യോഹന്നാൻ്റെ ഉള്ളിലല്ല, മറിച്ച് യോഹന്നാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലാണ്. On the day of the Lord, I was
ഇൻ ദ സ്പിരിറ്റ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ദിവസത്തിൽ ഞാൻ ആത്മാവിൽ ആയി. ആത്മാവ് എന്നിലല്ല, ഞാൻ ആത്മാവിൽ. എത്ര ഭാഗ്യകരമായ ഒരനുഭവമാണിത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമുക്ക് എത്ര സന്തോഷമുണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നാം എത്തിച്ചേർന്നാൽ അതെന്തൊരു അത്ഭുതകരമായ അനുഭവം ആയിരിക്കും. യോഹന്നാനെ, നീ പ്രാർത്ഥിക്ക്, നീ കാത്തിരിക്കുക, ഞാൻ നിന്റെ ഉള്ളിൽ വരാം എന്ന വാഗ്ദത്തമല്ല പരിശുദ്ധാത്മാവ് യോഹന്നാന് കൊടുക്കുന്നത്. മറിച്ച് നീ എൻ്റെ ഉള്ളിലേക്ക് വാ എന്ന ഒരു ക്ഷണം യോഹന്നാന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തു എന്ന് മാത്രമല്ല, യോഹന്നാൻ ആ ആത്മാവിൻ്റെ അകത്ത് ആയിത്തീർന്നു. അതിൻ്റെ മഹത്വവും അതിലെ സന്തോഷവും വിശദീകരിക്കുവാൻ വാക്കുകൾ പോരാ. അത്തരമൊരു ആത്മവിവശത നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നാം അത് ആഗ്രഹിച്ചിട്ടുണ്ടോ? നമുക്കത് സാധിക്കുമോ? പ്രിയ ദൈവമക്കളെ, നിശ്ചയമായും അത് സാധിക്കും. ദൈവം ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് എന്ന് ഇതേ യോഹന്നാൻ തന്നെ തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ശരീരത്തിനും മനസ്സിനും താങ്ങുവാൻ കഴിയുന്ന ഒരു പരിധിയിൽ, ഒരു നിശ്ചിത അളവിലാണ് പെന്തക്കോസ്ത് നാളിൽ യോഹന്നാൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷേ അന്ന് മുതൽ തന്നെ അളവ് കൂടാതെയുള്ള, പരിധിയില്ലാത്ത, കണക്കറ്റ പരിശുദ്ധാത്മ സാന്നിധ്യം ആഗ്രഹിച്ച ആളായിരുന്നു യോഹന്നാൻ. അളവ് കൂടാതെയുള്ള ആത്മാവിൻ്റെ ആ ലഭ്യതയുടെ വെളിപ്പാട് പെന്തക്കോസ്ത് നാള് മുതൽ തന്നെ ഒരുപക്ഷെ യോഹന്നാൻ്റെ അകത്തുണ്ടായിരുന്നു. അന്ന് മുതൽ ഒരുപക്ഷെ യോഹന്നാൻ്റെ പ്രാർത്ഥനയായിരിക്കാം, കർത്താവേ, ആ അളവ് കൂടാതെയുള്ള ആത്മാവ്, അളവ് കൂടാതെ നീ എനിക്ക് ആത്മാവിനെ പകരണമേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വെളിപ്പാടുകൾ പകരപ്പെട്ട ആത്മവിവശതയ്ക്കായിട്ട് 12 പേരിൽ നിന്നും കർത്താവ് യോഹന്നാനെ തന്നെ തിരഞ്ഞെടുത്തത്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ സ്നാനം യോഹന്നാനും പ്രാപിച്ചതാണ്. ആ ആത്മനിറവിൽ യോഹന്നാൻ അനവധി അത്ഭുതകരമായ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ അഭിഷേകം കൊണ്ട് വേഗത്തിൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളുടെ വെളിപ്പാട് അവന് കിട്ടിയിരുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് യോഹന്നാൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ദൈവം യോഹന്നാനെ ഉപയോഗിച്ചു. സത്യമാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് യോഹന്നാൻ്റെ ഉള്ളിൽ വന്നപ്പോൾ പോലും മറഞ്ഞു കിടന്നിരുന്ന ദൈവിക മർമ്മങ്ങൾ, ആർക്കും വെളിപ്പെടാതെ മറഞ്ഞിരുന്ന ദൈവിക മർമ്മങ്ങൾ, ദൈവത്തിന് മാത്രം അറിവുണ്ടായിരുന്ന ദൈവിക രഹസ്യങ്ങൾ, അത് ഇപ്പോൾ കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മാവിലായപ്പോൾ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ദൈവമക്കൾ നാം ഇത്തരം ഒരു ആത്മവിവശതയിലാകുകയാണ് എങ്കിൽ, അങ്ങനെ ഒരു കർത്തൃദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ, നാം ഒന്ന് ആത്മാവിൽ ആകുകയാണ് എങ്കിൽ, നമുക്ക് എത്ര വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് വരുത്തുവാൻ കഴിഞ്ഞാൽ. ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ആത്മനിറവുള്ള ദൈവമക്കളോട് തിരുന്ന് ആരാധിക്കുമ്പോഴല്ല ഇത്തരം ഒരു ആത്മവിവശത യോഹന്നാന് ഉണ്ടായത്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൈപ്പേറിയതും ഏറ്റവും വേദനാജനകവും ഭീതിജനകവുമായ ഒരന്തരീക്ഷത്തിൽ ആരും കൂട്ടില്ലാതെ ഏകനായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ യോഹന്നാൻ ആയിത്തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉയരുമ്പോൾ നിരാശപ്പെടരുത്, തളരരുത്, അലമുറയിടരുത്, ഭയപ്പെട്ട് നിലവിളിക്കരുത്. ദൈവമുഖത്തേക്ക് നോക്കുക, വചനം ഓർക്കുക, വാഗ്ദത്തങ്ങളെ സ്മരിക്കുക. ഇന്നുവരെ ആരും പ്രാപിച്ചിട്ടില്ലാത്ത ചില വെളിപ്പാടുകൾ നമുക്ക് തരുവാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ നാം പത്മോസിൻ്റെ അനുഭവത്തിലേക്ക് തള്ളപ്പെട്ടത്. ഇന്നുവരെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ടാകാം നാം ഇന്നു മുതൽ ആത്മാവിൽ വസിക്കണമെന്ന്. ഈ ഒരു ദർശനം നമുക്കുണ്ടായാൽ കഷ്ടദിവസത്തെ നമുക്ക് കർത്തൃദിവസം ആക്കി മാറ്റുവാൻ കഴിയും. അതെ, നമ്മുടെ കഷ്ടദിവസങ്ങളെ കർത്തൃദിവസമാക്കി തീർക്കുന്ന ഒരാത്മവിവശതയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ
വിശുദ്ധ